ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ അവിടുത്തെ ജനങ്ങളെ ഒന്ന് മനസ്സിൽ കാണുക. ഈ ട്രംപ് എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, പ്രസംഗങ്ങളൊക്കെ തന്നെ അപ്രതീക്ഷിതമായിട്ടോ അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലോ, മുൻകാലങ്ങളിലെ പ്രസിഡന്റുമാർ കാണിക്കാത്ത തരത്തിലോ ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളും മുൻപില്ലാത്ത വിധം തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ്, പ്രതിഷേധങ്ങൾക്കും മുൻപ് കാണാത്ത തീവ്രതയും ഉണ്ട്. ഇത് ഏത് രീതിയിലാണ് താങ്കൾ ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ തന്നെയാണോ അമേരിക്ക ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത്? കാണുന്നതിനും തൊട്ടതിനും പിടിച്ചതിനും ട്വിറ്ററിലൂടെ മറുപടികൾ കൊടുക്കാൻ പോകുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെയാണോ? ഡോക്ടർ, അതിനകത്തൊരു മറ്റൊരു തലത്തിൽ അതിനെ കാണേണ്ടത്, അതായത് നേരത്തെ ടി.പി. ശ്രീനിവാസ സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക. അതായത് ഈ രണ്ട് സ്ഥാനാർത്ഥികളിൽ ഭേദപ്പെട്ട ഒരാളായിരുന്നു ട്രംപ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അല്ലാതെ ട്രംപ് അമേരിക്കയെ അർഹതപ്പെട്ട ഒരു വലിയ സ്ഥാനാർത്ഥിയോ അല്ലെ പ്രസിഡന്റായിട്ട് വരും എന്നുള്ള ടി.പി. ശ്രീനിവാസൻ പറഞ്ഞത് പക്ഷേ രണ്ടും കണക്കാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ വായിച്ചത്. അല്ല, ടി.പി. ശ്രീനിവാസൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഈ രണ്ടു പേരിൽ ഭേദം ട്രംപ് ആയിരുന്നു. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഡോക്ടർ ചോദിച്ചതിനോട് മറുപടി പറയാം. അതായത് അമേരിക്ക ഒരു വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ അവിടെ നടന്ന തീവ്രവാദ ആക്രമണത്തിന് ശേഷം അമേരിക്കയിൽ ഒരു കാക്ക കാര്യമായിട്ട് കരഞ്ഞാൽ പോലും ഭയക്കുന്നൊരു ജനതയായിരുന്നു. അമേരിക്കയുടെ ആ ഭയത്തെയാണ് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് മുതലെടുത്തത്. അമേരിക്കയുടെ സാമ്പത്തിക വശമല്ല അതിന് രണ്ടാം സ്ഥാനത്തേക്ക് മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, അയാൾ ഒരു ഭാഗ്യവാൻ ആ കാര്യത്തിൽ. കാരണം ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 6 മാസക്കാലം അമേരിക്ക ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള ഭീകരമായിട്ടുള്ള, അതായത് ഈ വേൾഡ് ട്രേഡ് സെൻ്ററിന് ശേഷമുള്ള വെടിവയ്പ്പുകളും, പ്രത്യേകിച്ച് ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനത്ത് 12 വെടിവയ്പ്പുണ്ടായി, ഏതാണ്ട് 80ഓളം ആളുകൾ മരിച്ചു. ഇതിനെയെല്ലാം അമേരിക്ക കണ്ടതൊരു ഭയങ്കര ഭീതിയായിട്ടാണ്. അപ്പോൾ തങ്ങളുടെ ഒരു രക്ഷകനത വന്നിരിക്കുന്നു. തങ്ങളെ തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു വലിയ ധീരനായ ഒരു മനുഷ്യനായിട്ട് മാത്രം കണ്ടുകൊണ്ട് അമേരിക്കയിലെ വെള്ളക്കാരും അങ്ങനെയുള്ള ചില വംശങ്ങളുടെ ഒരു കൺസോൾട്ടേഷനാണ് ഇദ്ദേഹത്തിനെ വിജയിപ്പിച്ചത്. ഇനി ഞാൻ ഭയക്കുന്ന വേറൊരു വസ്തുതയുണ്ട് അമേരിക്കയുടെ. അതായത് ക്യൂബയോടുള്ള ഈ ട്രംപിൻ്റെ സമീപനത്തിൽ കാര്യമായൊരു മാറ്റം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതിന് കാരണം 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ക്യൂബയുമായിട്ടുള്ള ഈ ഡിപ്ലോമാറ്റിക് അലയൻസ് വന്നതിന് ശേഷം അവിടെയുള്ള ക്യൂബയിൽ നിന്നും കുടിയേറി പാർത്ത ജനതയോടുള്ള സമീപനത്തിൽ ഒരു ചെറിയ മാറ്റം ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നു ഈ കരാർ ഞാൻ പുനർചിന്തിക്കുമെന്നുള്ളൂ. അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ നയപരിപാടികളിൽ വന്നിരിക്കുന്ന അത് ഒരു ആശങ്ക ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ അമേരിക്കയിൽ ഉള്ളിലെ ജനങ്ങളെ സംബന്ധിച്ചോളം അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ട്രംപ് അവരുടെ ഒരു വീരപരിവേഷമുള്ള ഒരു നായകനാണ്. അവരതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വിജയിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വംശജരെ അദ്ദേഹം ആദ്യഘട്ടങ്ങളിലും ഇന്ത്യയെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞെങ്കിലും രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം സുന്ദരമായിട്ട് ഇന്ത്യയിലെ വംശജരെ അവർ കയ്യിലെടുത്തു. ഇന്ത്യൻ വംശജർ അമേരിക്കയിലെ ഇലക്ഷനിൽ നിർണായകമായ ഒരു ഘടകമാണ്. ഇനി ട്രംപിനെ സംബന്ധിച്ചോളം വരാൻ പോകുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് റഷ്യയുടെ അമേരിക്കയിലേക്കുള്ള കണ്ണും ട്രംപിന് റഷ്യയോടുള്ള ഒരു സോഫ്റ്റ് കോർണറും, അത് ഇന്ത്യയും അമേരിക്കയും റഷ്യയും തമ്മിലൊരു അച്ചുതണ്ടായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൈനയുടെ ഭീഷണി പഴയതുപോലെ ഒന്നും ഏശാൻ പോകുന്നില്ല. അതുകൊണ്ട് ലോകത്തിനെ സംബന്ധിച്ചോളം ഞാൻ കാണുന്നത് ഇത് തീവ്രവാദപരമായിട്ടുള്ള ഭീഷണികളിൽ നിന്നും ഒരു ചെറിയ മാറ്റം ലോകത്തിന് ആശ്വാസകരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിന്റെ പദവി അദ്ദേഹം ഉപയോഗിക്കുന്നു തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹം വിവിധ പ്രസംഗ ഘട്ടങ്ങളിൽ, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞത് ഒരു PR വർക്കിന് അപ്പുറം കാണേണ്ടതുണ്ടോ എന്ന് ഞാൻ അങ്ങയിലേക്ക് ഒരു ചോദ്യം ഇപ്പോൾ ഇട്ട് വെക്കുന്നു. അത് എനിക്ക് അടുത്ത ഘട്ടത്തിൽ അത് മറുപടി പറയാം. ശ്രീ ഒ അബ്ദുള്ള, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് അതിന് പറ്റിയ ഒരു പരിവട്ടം ഇടുന്നതിന് ഞാൻ ഡോക്ടർ PJ വിൻസെന്റിലേക്ക് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്നാണ്. അതായത് ഡോക്ടർ PJ വിൻസെന്റ്, ഈ നാറ്റോയുടെ കാര്യം ശ്രീ ഒ അബ്ദുള്ള നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം എന്താണ്? ഈ ട്രംപ് അമേരിക്ക എങ്ങോട്ടേക്കാണ് ലക്ഷ്യമിടുന്നത്, റഷ്യയും ഒക്കെയായി കൂടിച്ചേർന്നാണെങ്കിൽ ആരാണ് ആ പൊതുശത്രു എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചല്ലോ. ഇതൊക്കെ വെറും തന്ത്രപരമായ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള, കയ്യടി വാങ്ങാനുള്ള കാര്യങ്ങളായി മാത്രം ഗണിക്കേണ്ടതില്ല മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ നിന്നാകുമ്പോൾ. ഡോക്ടർ PJ വിൻസെന്റ്. അല്ല, അത് ആ രൂപത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാവാൻ ഇന്ന് ലോകത്തിലെ ഒരു മുസ്ലിം രാജ്യങ്ങൾക്കും ശേഷിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം നമ്മൾ നേരത്തെ സൗദി അറേബ്യ ലോകത്തിലെ ഫിനാൻഷ്യൽ സൂപ്പർ പവറാണ്, പക്ഷേ അവരുടെ നിക്ഷേപം മുഴുവൻ അമേരിക്കയിലാണ്.
നമ്മൾ വിചാരിക്കുന്ന പോലെ സൗദി അറേബ്യയ്ക്ക് നിക്ഷേപം അമേരിക്കയിൽ നിന്ന് പിൻവലിക്കാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് സൗദി അറേബ്യയുടെ നിക്ഷേപം മുഴുവൻ അമേരിക്കയ്ക്ക് മരവിപ്പിക്കാൻ പറ്റും, അമേരിക്കൻ ബാങ്കുകളുടെ നിക്ഷേപമുള്ളത്. മറ്റൊന്നുള്ളത് ഗൾഫ് രാജ്യങ്ങൾ പരിപൂർണമായിട്ട് തന്നെ അമേരിക്കൻ പ്രൊട്ടക്ടറേറ്റുകളാണ്. ഇപ്പോൾ സൗദി അറേബ്യ അടക്കം, സൗദി അറേബ്യയുടെ സ്റ്റാറ്റസ് തന്നെ പ്രൊട്ടക്ടർ ഓഫ് ഹോളി സാങ്ച്വറീസ് ഓഫ് ഇസ്ലാം എന്നുള്ളതാണ്. മക്കയുടെയും മദീനയുടെയും സംരക്ഷകൻ എന്നുള്ള വലിയ സ്റ്റാറ്റസാണ് സൗദി അറേബ്യയ്ക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ലോക മുസ്ലിംകൾക്കിടയിലുള്ളത്. പക്ഷേ അതിൻ്റെ മുഴുവൻ സൈന്യവും മറ്റ് ഇൻ്റലിജൻസും ഒക്കെ അമേരിക്കൻ നിയന്ത്രണത്തിലാണ്. ഒരുപക്ഷെ ഹജ്ജ് പോലെയുള്ള വലിയ കർമ്മങ്ങൾ പോലും നടത്തുന്നതിൽ 1979 ഒട്ടൈബിയുടെ നേതൃത്വത്തിൽ ഹരമൽ ഷെറീഫ് പിടിച്ചെടുത്ത തീവ്രവാദ ആക്രമണത്തിന് ശേഷം അവിടുത്തെ സെക്യൂരിറ്റിയുടെ മുഴുവൻ ചുമതലയും അമേരിക്കൻ ഇൻ്റലിജൻറ്റ് ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ പ്രൊട്ടക്ടറേറ്റുകളും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ ചുരുക്കി കണ്ടിട്ട് കാര്യമില്ല. അതിനെ ആ രാഷ്ട്രങ്ങൾ ഏകപക്ഷീയമായി അമേരിക്കയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതിനപ്പുറത്തേക്കുള്ളൊരു വിഷയം യഥാർത്ഥത്തിൽ ഈ സംസ്കൃതികളുടെ സംഘർഷം ഒരുപക്ഷെ ഇവിടെ പ്രയോഗിച്ചാൽ അല്പം കൂടെ നന്നാകുമെന്ന് എനിക്ക് തോന്നുകയാണ്. ലോകത്തിൽ അന്ന് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇത് ശുദ്ധ വിഡിത്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തതാണെങ്കിൽ കൂടി അതിൽ ഒരു ഘടകമുണ്ട്. അപ്പോൾ ഒരു പാശ്ചാത്യ ക്രിസ്ത്യൻ നാഗരികതയ്ക്കെതിരായിട്ട് ഏഷ്യൻ ഇസ്ലാമിക് നാഗരികതയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണല്ലോ സാമുവൽ പി ഹണ്ടിങ്ടൻ്റെ വാദം വന്നത്. അങ്ങനെ വരുമ്പോൾ വേറെ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്കൻ വിരുദ്ധ വികാരം പുലർത്തുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ലോകത്തുള്ളത്. അത് വലിയ ഘടകമാണ്. ഈ ഘടകം ഒരുപക്ഷെ ഇവിടെ പ്രവർത്തിച്ചേക്കാം. ശ്രീ ഒ അബ്ദുള്ള തിരിച്ച് വായിക്കുകയാണോ ഡോക്ടർ പി ജെ വിൻസെന്റ് സാമുവൽ പി ഹണ്ടിങ്ടന്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് തിരിച്ച് അങ്ങോട്ടാണ് ഭയക്കേണ്ടത് എന്നൊരു കാര്യം കൂടി വായിക്കില്ലേ ആളുകൾ? അല്ല, വിൻസെന്റിന്റെ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഒരു എംബാർഗോ ഉണ്ടായല്ലോ. ഫൈസൽ രാജാവ്, കിങ് ഫൈസൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ഓയിൽ എംബാർഗോ ഉണ്ടായി എന്നൊരു വസ്തുതയാണ്. അമേരിക്ക ഞെട്ടി അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അദ്ദേഹം അതോടൊപ്പം തന്നെ വിൻസെന്റ് പറഞ്ഞത് ശരി, ഇവരുടെ മുഴുവൻ നിക്ഷേപങ്ങളും അമേരിക്കൻ ബാങ്കുകളിലാണ്. അത് മിനിറ്റ് വെച്ച് അവർക്ക് നിർത്തലാക്കാൻ കഴിയും എന്നല്ല. വിൻസെന്റ് ഒരു പക്ഷേ ശ്രദ്ധിച്ചോന്നറിയില്ല, സൗദി അറേബ്യയിൽ അദ്ദേഹം പറഞ്ഞതായ ഖാദിമുൽ ഹറമൈനി എന്ന് പറയുന്നതായ ആ ഹോളി സ്ട്രെയിൻസിൻ്റെ സംരക്ഷകരായ ഈ പ്രദേശത്തിലെ ആളുകൾ സക്കാത്ത് കൊടുക്കുന്നത്, നിർബന്ധ ദാനം കൊടുക്കുന്നത് പോലും അമേരിക്ക നൽകുന്ന ലിസ്റ്റ് അനുസരിച്ചാണ്. എനിക്ക് നേരിട്ട് പറയാൻ കഴിയും അക്കാര്യം. അവർ നിർബന്ധമായി നൽകേണ്ട അതിൽ വരെ അവർ ഇൻ്റർഫിയർ ചെയ്യുന്നു. അന്യ രാജ്യങ്ങളിൽ ആർക്കൊക്കെ സംഭാവന നൽകണം, ഏതെല്ലാം ചാരിറ്റി അവർക്ക് കൊടുക്കണം, പള്ളികൾ ഉണ്ടാക്കാം, പള്ളികളിൽ കാർപ്പറ്റ് കൊടുക്കാം. അതിനപ്പുറം ഒരു ബുദ്ധിപരമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന യാതൊന്നും തന്നെ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അത് ആ ജനതയുടെ ഉണർവിനെ, ഉത്തേജനത്തെ സഹായിക്കും. പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കാം, നല്ല കാർപ്പറ്റിൽ ഇരിക്കാം, എയർ കണ്ടീഷനിൽ ഇരിക്കാം. അതുകൊണ്ട് അദ്ദേഹം വിൻസെന്റ് പറഞ്ഞവരോട് വിയോജിക്കാത്തത് ഞാൻ പറയാം. പക്ഷേ ആ രാജ്യത്ത് ഒരു ഉണർത്തെഴുന്നേൽക്ക് ഉണ്ടാവുമ്പോൾ ആ കാര്യത്തിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പം അറബ് വസന്തം എന്നതിനെ ഏതെല്ലാം രീതിയിൽ വായിച്ചാലും നിലവിലുള്ളതായ ഭരണകൂടങ്ങൾക്കെതിരെ, ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക്, അതായത് 44 കൊല്ലം ഈജിപ്തിനെ നിഷ്ഠൂരമായി ഭരിച്ചതായ ഹുസ്നി മുബാറക്കിനെതിരെയാണ് വളരെ അനുഗ്രഹീതമായ, ഒരാളെപ്പോലും കൊല്ലാത്ത, ഒരു ഇലയെപ്പോലും വേദനിപ്പിക്കാത്ത രീതിയിലുള്ളതായ ഒരു ജനമുന്നേറ്റം അവിടെ ഉണ്ടായത്. അതിൻ്റെ പിന്നിലുള്ള ശക്തി ഒരു മതപരമായ പ്രതിബദ്ധതയുള്ള സംഘടനയായി എന്നതുകൊണ്ട് മാത്രം അവിടെ ജനാധിപത്യം എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെ പിന്തുണയോടുകൂടി 44 വർഷക്കാലം ഭരിച്ചിരുന്നതായ അതിനെ മറിച്ചിടാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ ജനകീയ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 52% വോട്ട് നേടിയതായ അവിടുത്തെ ഭരണാധികാരി മുഹമ്മദ് മുർസി അദ്ദേഹത്തിന് അധികാരത്തിൽ നിർത്തിയിട്ട് ഒരു കൊല്ലം പോലും ഭരിക്കാൻ സമ്മതിക്കാതെ കേവലം 2% മാത്രം വോട്ടുള്ളതായ ഫത്തഹിക്ക് അധികാരം കൊടുത്തു. അത് അമേരിക്കയാണ് സുഖമാക്കി കൊടുത്തത്. ജനങ്ങൾക്കൊരവസരം നൽകുകയാണെങ്കിൽ അവിടുത്തെ ഈ വിദേശ ശക്തികൾ, ഇത്തരത്തിൽ അമേരിക്കൻ ഇമ്പീരിയലിസം പോലുള്ളതായ രാജ്യങ്ങൾ പിന്തുണക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ആ ജനത ഉയർന്നേൽക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതായ ലൂക്കോസ് പറഞ്ഞൊരു കാര്യം, അതായത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നതായ ഭീകരപ്രവർത്തനങ്ങൾ, അവിടുത്തെ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളുടെ കൃത്യമായ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം പക്ഷത്തിൽ നിന്നുണ്ടായ ഭീകരാക്രമണങ്ങളിലൂടെ അവിടെ മരിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 320 ആളാണ്. അതേ അവസരത്തിൽ അമേരിക്കക്കാരായ പയ്യന്മാർ തോക്കെടുത്ത് കളിച്ചതും അതുപോലെയുള്ളത് അമേരിക്കക്കാർ തന്നെ നടത്തിയതിൽ ഏതാണ്ട് 2 ലക്ഷം പേരാണ്. അപ്പോൾ ഇതിനെയാണ് അധികം ഭയപ്പെടേണ്ടത്? ഇവിടെ ഈ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുന്നത് എത്രയാണ് അമേരിക്കയിലെ മുസ്ലിം ജനസംഖ്യ? 1%. ശ്രീ ഒ അബ്ദുള്ള, അത് താങ്കൾ നേരത്തെ പ്രകീർത്തിച്ച അമേരിക്കയുടെ ഒരു സ്വാതന്ത്ര്യ
പ്രഖ്യാപനത്തിൻ്റെയും സ്വാതന്ത്ര്യ ആസ്വാദനത്തിൻ്റെയും കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ അത് നിരത്തുകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെയും ഒരു അടയാളം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ. അല്ല, ഞാൻ പ്രകീർത്തിച്ചതും ഇതൊക്കെ അവിടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊക്കെ വരുന്നിടത്ത് അവർക്ക് എന്ത് മോശമായ ഭാഷയിലല്ല അവർ പറഞ്ഞത്. ട്രംപിനെ പറ്റി ഞാൻ ഈ ഇത്തരത്തിലുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയിൽ ഉദ്ധരിക്കാൻ കഴിയാത്തതായ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. ഇവർ മൂത്ത് എന്ന് പറയുന്നതായ ഒരു പുഴുണ്ടല്ലോ, കമ്പിളിപ്പുഴു. ഈ കമ്പിളിപ്പുഴാണ് ഇയാളെന്ന് പറയുന്നത് വൃത്തികെട്ട ഭാഷയിൽ. ഇദ്ദേഹം കാണുന്ന സ്ത്രീകളുടെ പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം എന്ത് വെളിപ്പെടുത്തി, ഹംഗേറിയൻ സുന്ദരി പറഞ്ഞത് എന്ത്, ഞങ്ങൾ സൗന്ദര്യ മത്സരത്തിന് പോയ സന്ദർഭത്തിൽ ഇയാൾ ആ ഗ്രീൻ റൂമിലേക്ക് കയറി വന്നു. ഞങ്ങൾ അർദ്ധനഗ്നകളായിരുന്നു. ഈ സുന്ദരിമാർ ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സുന്ദരിമാർ പുറത്ത് തന്നെ വരുമ്പോൾ അവർ അർദ്ധനഗ്നകളാണ്. അപ്പം അതിനുള്ളിൽ എങ്ങനെ ഉണ്ടാവും? ഇയാൾ അതിനുള്ളിലേക്ക് കയറി ചെല്ലുക. അമേരിക്കയുടെ ലോകത്തിൻ്റെ ഭാവി വിധാതാവായ ഒരു പ്രസിഡന്റ് ആവാൻ പോകുന്ന ആള് കടന്നു ചെന്ന് പെൺകുട്ടിക്ക് അഡ്രസ്സ് കൊടുക്കുന്നു, കാർഡ് കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ ഇത്ര നമ്പർ റൂമിൽ ഇന്ന ഹോട്ടലിൽ ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷെ പെൺകുട്ടി പറഞ്ഞു ഞാൻ പോയില്ല, വേറെ പെൺകുട്ടി പോയിട്ടുണ്ടാവും. ഇതുപോലെ നേരത്തെ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമേരിക്കൻ ജനതയെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒന്ന് പരിശോധിക്കുമെന്ന് താങ്കൾ വേറൊരാളോട് ചോദിച്ചു. എന്നോടാണ് ചോദ്യം ചോദിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. എന്തൊരു ഇരട്ടമുഖം. അന്ന് നമ്മുടെ ഈ ക്ലിന്റനെ സംബന്ധിച്ച് ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എന്തെല്ലാം ഉണ്ടായി. ഇയാൾ അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകുമ്പോൾ ഏതെല്ലാം സ്ത്രീകളൊക്കെ വിളിച്ചു പറയുന്നത്, അതിന് അവർക്കൊരു തകരാറില്ല. ഈ ഹംഗേറിയൻ പെൺകുട്ടി പറഞ്ഞതിനെ പറ്റി അവർക്ക് ചർച്ചയല്ല. എന്തെല്ലാം ജാതിയുള്ള വൈരുദ്ധ്യങ്ങൾ. ഞാൻ പറയുന്നത് ഈ ട്രംപ് യഥാർത്ഥത്തിലുള്ള അമേരിക്കയുടെ മുഖമാണ്. ആ അമേരിക്ക നേരത്തെ പലതിനെയും മറച്ചു വെച്ചിരുന്നു, ട്രംപ് അത് വലിച്ചു കീറുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഭരണപരിചയമില്ലാത്ത എന്ന് ഗോപാലകൃഷ്ണനെ പോലത്തെ ആവർത്തിച്ച് പറഞ്ഞതിൽ ഒരർത്ഥമില്ല. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. ശ്രീ റെജി ലൂക്കോസ്, അതിനകത്ത് ശ്രീ ഒ അബ്ദുള്ള, ഇദ്ദേഹം ഒരു യഥാർത്ഥ അമേരിക്കക്കാരന്റെ പ്രതിനിധിയാണ്, ട്രംപിന്റെ ഈ സ്വഭാവം വെച്ചാണ് പറയുന്നത്. ഞാനൊരു തർക്കത്തിന് വേണ്ടി പറയുകയല്ല, പക്ഷെ അത് യാഥാർത്ഥ്യമാണോ? ഞാൻ ആ കാര്യം ഏതാണ്ട് 90% അബ്ദുൽ സാറിനോട് യോജിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു യഥാർത്ഥ അമേരിക്കാരൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപുരുഷനായിട്ട് തന്നെയാണ് അവിടെ ഇലക്ഷനെ ഫേസ് ചെയ്തത്. ഇപ്പോൾ അബ്ദുൽ സാർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരു അതിനകത്തൊരു കൗതുകമുണ്ട്. അതായത് നമ്മൾ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ ഈ പറയുന്നുള്ള സ്ത്രീ വിഷയങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ അമേരിക്കൻ ജനത വലിയ കാര്യമായ പ്രാധാന്യമില്ല. കേരളത്തിൻ്റെ പരിചയത്തിൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ സദാചാര പോലീസിൻ്റെ അക്രമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഭയങ്കരമായ ഉത്കണ്ഠകളുള്ളൊരു മാധ്യമങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നൊരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ണിലൂടെ അമേരിക്കൻ ജനതയുടെ അകത്തേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അങ്ങനെ കാണാമെങ്കിൽ അമേരിക്കയ്ക്കുള്ളിൽ നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. അവരെ സംബന്ധിച്ചോളം അവർക്ക് പിന്നെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ജോലി ചെയ്യുക, ഏറ്റവും മിനിമം 40 മണിക്കൂർ ജോലി ചെയ്യുക, ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ ജീവിതം വളരെ ഉല്ലാസകരമായിട്ട് ജീവിക്കുക, യാതൊരു ടെൻഷനുള്ള. തിങ്കളാഴ്ച രാവിലെ 0 ബാലൻസോടെ അവർ വീണ്ടും ജോലിക്ക് വരുന്ന ഒരു ജനതയാണ് 99% അമേരിക്കൻ ജനത. അവരുടെ ഒറ്റ ആശങ്ക ഇതേ ഉള്ളൂ, അവർക്ക് അവരുടെ ഭീഷണി, അതായത് ഈ തീവ്രവാദ പോലെയുള്ള ഭീഷണികളെ, സുരക്ഷിതപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ അവരുടെ ആശങ്ക. ഇതിനെ യഥാർത്ഥ അമേരിക്കക്കാരൻ്റെ മനസ്സോടുകൂടി അവരുടെ ഒരു പ്രതിപുരുഷനായിട്ട് തന്നെയാണ് ട്രംപ് അഡ്രസ്സ് ചെയ്ത് വിജയിച്ചത്. പിന്നെ എനിക്ക് അബ്ദുൽ സാർ പറഞ്ഞ ഇതിനോട് ചെറിയൊരു വിയോജിപ്പുണ്ട്. അതായത് ഈ പറയുന്ന ഈ സൗദി അറേബ്യ പോലുള്ള കാര്യത്തെക്കുറിച്ച് സാറ് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ബറാക്ക് ഒബാമയുടെ സിറിയയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ പോളിസിയും അദ്ദേഹത്തിൻ്റെ ഇടപെടലിലും പരാജയമായിരുന്നു. കാര്യമായ രീതിയിൽ സിറിയയിൽ ഒബാമ ഇടപെടാത്തതിൻ്റെ ദോഷങ്ങൾ നിശ്ചയമായിട്ടും മറ്റ് അറബ് കൺട്രികളിൽ അതിന് കോൺസിക്വൻസ് ഉണ്ടായിട്ടുണ്ട്. പഴയതുപോലെയുള്ള അറബ് രാജ്യങ്ങളുടെ സമ്പത്തൊക്കെ അവിടെ ആണെങ്കിൽ പോലും അമേരിക്കയോടൊരു വിശ്വസ്ത രാജ്യമല്ല എന്നുള്ളൊരു ചെറിയ ഭയം ഈ സൗദി അറേബ്യ അല്ലെങ്കിൽ ഖത്തർ അതുപോലെ ദുബായ് പോലുള്ള രാജ്യങ്ങൾക്ക് ഉണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒബാമ സിറിയയിലെ വിഷയങ്ങളിൽ ഇടപെടും. എന്നാൽ ആരും പ്രതീക്ഷിക്കാതെ കണ്ട് പിന്നെ നമ്മുടെ റഷ്യ പിന്നെ അവിടെ ഇടപെടുകയും ഒരു അപ്രഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതിൻ്റെതായ ഒരു ചെറിയ രീതിയിലുള്ളൊരു മാറ്റം അറബ് രാജ്യങ്ങളിൽ പ്രതിഫലിക്കും. ആ പ്രതിഫലനം ഈ പറയുന്ന, അതായത് ഈ ബരാക് ഒബാമയുടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ട്രംപ് ആണുള്ളത്. ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്യാപിറ്റോളിൽ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇനിയും അതിഥികൾ എത്തുന്നു. എന്തായാലും ഡോക്ടർ ഗോപകുമാർ കൂടി ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ നാറ്റോയെക്കുറിച്ചൊരു പരാമർശം വന്നു. നാറ്റോയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് നാറ്റോ ഇനി എന്തിനു മുന്നോട്ട്
തീറ്റിപ്പോറ്റിയത് മുഴുവൻ നാറ്റോയിലൂടെ യൂറോപ്യൻ ജനതയെ രക്ഷിക്കാനായി അമേരിക്കയാണ് എന്നുള്ളതിന് തിരിച്ചെവിടെ, അതിൻ്റെ പണം എവിടെ എന്നുള്ള ബില്ല് ചോദിച്ചിരിക്കുന്നു. ബില്ല് ചോദിക്കുകയാണ് ട്രംപ്, അമേരിക്ക ചോദിക്കുകയാണ് എന്നാണ് ശ്രീ ഒ അബ്ദുള്ള നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ പൊതുശത്രു ആകുന്നത് റഷ്യയുമായി കൂടി ചേരുമ്പോൾ മറ്റൊരു പൊതുശത്രുവിന് നേരെയാണല്ലോ ഇനി അമേരിക്ക തിരിയുന്നത് എന്നുള്ള അർത്ഥത്തിലും അവിടെയും ഏതാണ് പൊതുശത്രു എന്നുള്ളതും ഒ അബ്ദുള്ള ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്ങനെ താങ്കൾ അതിനെ കാണുന്നു? ഇപ്പോൾ നാറ്റോയുടെ പ്രസക്തി ഒരു വലിയ പരിധിവരെ അമേരിക്കയ്ക്ക് ഇന്നിപ്പം ആവശ്യമില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. കോൾഡ് വാർ കഴിഞ്ഞു, അത് പോസ്റ്റ് കോൾഡ് വാർ ഘട്ടവും കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ സാമ്പത്തികമായിട്ടൊരു വലിയൊരു ചെലവ് വയ്ക്കേണ്ട കാര്യമില്ല. ആ നിലയ്ക്ക് എതിർവശത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഒരു വാട്സാപ്പ് ആക്ടും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇപ്പോൾ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസം അല്ലല്ലോ. അത്തരമൊരു പശ്ചാത്തലത്തിൽ നാറ്റോയെ തീറ്റിപ്പോറ്റേണ്ട എന്ന് പറയുന്ന ആ ഒരു ന്യായം അമേരിക്കയുടെ തകരുന്ന സമ്പദ്ഘടനയ്ക്ക് ഒരു നല്ലൊരു നയമായിട്ടായിരിക്കും ഉള്ളിൽ അമേരിക്കൻ രാജ്യത്തിലുള്ള ആൾക്കാർ കാണുന്നത്. വാസ്തവത്തിൽ അത് ശരിയുമല്ലേ? എത്രയോ രാജ്യങ്ങൾക്കുള്ള സൈനിക സന്നാഹത്തിനുള്ള പിന്തുണ കൊടുത്ത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളത് ആ കാലഘട്ടം പോയി കഴിഞ്ഞു. ഇന്നിപ്പോ അങ്ങനെ ഒരു കാലഘട്ടം ലോകത്തില്ല. പക്ഷേ ഡോക്ടർ ജി ഗോപകുമാർ, അത് ശരിയാണ് ആ നിരീക്ഷണം എന്നിരിക്കെ തന്നെ ട്രംപ് ഈ രീതിയിൽ ലോകത്തിനൊരു സന്ദേശം കൊടുക്കുന്നതിനെ എങ്ങനെ സ്വീകരിക്കേണ്ടി വരും? അത് പണത്തിന് വേണ്ടി അമേരിക്ക ഇത് നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം നാറ്റോയെ ഉപയോഗപ്പെടുത്തിയ അമേരിക്ക കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് ഒരു വളരെ നേർത്ത അർത്ഥത്തിൽ, ഇടുങ്ങിയ അർത്ഥത്തിലുള്ളൊരു സ്വകാര്യ താല്പര്യം മാത്രമായി അമേരിക്ക മാറുന്നു. ഇത്രയും കാലം കണ്ട ലോക മേധാവിത്വത്തിന്റെ മുന്നിൽ അമേരിക്ക ചെറുതാകുന്നു എന്നല്ലേ കാണേണ്ടി വരിക? ഞാനതിനെ യോജിക്കുന്നത് ഒരർത്ഥത്തിൽ അമേരിക്കയുടെ പഴയകാല സാമ്പത്തിക പ്രതാപം അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഇത് തീറ്റിപ്പോറ്റാനുള്ള സാമ്പത്തിക ശക്തി ഇല്ല. സ്വന്തമായിട്ട് അമേരിക്കയ്ക്ക് ഒരു പുതിയൊരു ആർജവം ഉണ്ടാക്കണം. അപ്പോൾ ചുരുക്കത്തിൽ സോവിയറ്റ് യൂണിയൻ തകരുകയും കമ്മ്യൂണിസം ശിഥിലീകരിക്കുകയും പെടുന്ന ഒരു പശ്ചാത്തലം മാറി. പിന്നെ വന്നത് ഇസ്ലാമിക തീവ്രവാദം എന്നുള്ള ഭീഷണിയാണ്. ഒരു വശത്ത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭീഷണി അന്താരാഷ്ട്രീയ രംഗത്ത് അമേരിക്കയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് അകത്ത് സ്വന്തം കുടുംബത്തിൽ സംഭവിക്കുന്ന എന്താണ്? തൊഴിലില്ലായ്മ, കുടിയേറ്റ പ്രശ്നം, സാമ്പത്തിക വളർച്ചയില്ല, ഇങ്ങനെയുള്ള പ്രശ്നം. അപ്പൊ ഇതിലേക്കൊക്കെ തിരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ നയം മാറണം എന്നുള്ളതാണ്. ഇത് ട്രംപ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരു വാദമൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ശരിക്കും ഹാർഡ് കോർ റിപ്പബ്ലിക്കൻ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇടുങ്ങിയ ദേശീയതയാണ്. അതായത് സ്വന്തം രാജ്യം വലുത്, അതിനുവേണ്ടിയുള്ള വലതുപക്ഷ ആശയങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ച് സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലേക്ക് അമേരിക്ക പോകും എന്ന് തോന്നുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എന്തിനാ ഇനി അന്താരാഷ്ട്രീയ രംഗത്ത് ഇത്രത്തോളം ഇടപെടൽ? വേറെ രീതിയിൽ അമേരിക്കയ്ക്ക് സ്വയം വളർന്നാൽ പോരെ? അതിന് സന്നാഹങ്ങളെ തീറ്റിപ്പോണ്ട കാര്യം എന്താണ്? ഇപ്പൊ ഈ യൂറോപ്പിന്റെ രാഷ്ട്രീയം മാറി, യൂറോപ്യൻ യൂണിയൻ തന്നെ വന്നു. അപ്പൊ യൂറോപ്യൻ യൂണിയൻ തന്നെ അമേരിക്കയുമായി പല കാര്യത്തിൽ യോജിച്ചു പോകുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ ശക്തികൾക്ക് വീണ്ടും പിന്തുണ കൊടുക്കുന്നതിന്റെ കാര്യം എന്താണ്? മാർഷൽ പ്ലാനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇടപെടട്ടെ. ഇപ്പോൾ ട്രംപ് സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങി എത്തി. എന്തായാലും ക്യാപിറ്റോൾ ഹില്ലിൽ ട്രംപ് റെഡിയാവുകയാണ്. 35 വാക്കുകൾ, നേരത്തെ ജോസ് കടാപ്പുറം റിപ്പോർട്ട് ചെയ്തതുപോലെ 35 വാക്കുകൾ അടങ്ങുന്ന സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊണ്ട് ട്രംപ് അല്പസമയത്തിനകം അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി സ്ഥാനമേൽക്കും. അതിനിടയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ശ്രീ ഒ അബ്ദുള്ള, ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അമേരിക്ക, ഇവിടെ പലരും അത് ശരിവെക്കുന്നതുമാണ്, അങ്ങയ്ക്കും അറിയാവുന്നത് പോലെ അമേരിക്ക പഴയതുപോലെ പ്രതാപത്തിലല്ല സാമ്പത്തികമായി. പല രീതിയിൽ സ്വാർത്ഥമായി, സ്വകാര്യമായി ഉള്ളിലേക്ക് വലിയേണ്ട ഒരു ഘട്ടത്തിലാണ് ഇത്തരം ചില പ്രചരണങ്ങളിലൂടെ വോട്ട് നേടി ട്രംപ് എത്തുന്നത് എന്ന് പറയുമ്പോൾ ഇനിയൊരു പൊതുശത്രു എന്നുള്ള നിലയിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക വീണ്ടും സന്നാഹങ്ങൾ ഒരുക്കി ചെല്ലുന്നു എന്ന ആശങ്കയ്ക്കാണോ പ്രാമുഖ്യം ഉണ്ടാകുക? അതോ തങ്ങളുടെ കൂടി രാജ്യം മുന്നോട്ട് ചലിക്കുന്ന ഈ ഗൾഫ് എണ്ണ രാജ്യങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന കച്ചവടക്കാരനെ കൂടിയാണോ ട്രംപിലൂടെ കാണേണ്ടി വരിക? അവരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്നതിന് ഈ ഒരു തിരുത്ത് മതി. അവരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്നതിന് പകരം അവരെ കൂടി വയറ്റിലാക്കിക്കൊണ്ട് എന്നൊരു വാക്കായാൽ എല്ലാം പൂർത്തിയായി. ഇപ്പോൾ കഴിഞ്ഞതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ഗോപാലകൃഷ്ണൻ പറഞ്ഞതായ ഒരു സംഭവം, ഈ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടു കൂടി പിന്നീട് അവശേഷിക്കുന്നത് ഇസ്ലാമിക്
തീവ്രവാദമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, അദ്ദേഹത്തോട് വിയോജിക്കുകയല്ല. ഇസ്ലാമിക് തീവ്രവാദം എന്നാണ് ഉണ്ടാവുന്നത്? ഇസ്ലാമിക് തീവ്രവാദം 1971 എൻ്റെ ഓർമ്മ. ഡള്ളസ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞതായ ഒരു രേഖ, അദ്ദേഹം പുറത്തിട്ടതായ ഒരു രേഖ, അറബ് ലോകത്ത് സോവിയറ്റ് യൂണിയൻ എന്നെ സംബന്ധിച്ച് അവർ ആദ്യം തന്നെ ഒരു കണക്കൂട്ടൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ലോകത്ത് അമേരിക്കക്ക് ഭീഷണിയായി വരുന്നത് അറബ് ജനത ജനാധിപത്യ രീതിയിലുള്ള ഒരു സമ്പ്രദായത്തിലേക്ക്, ഭരണക്രമത്തിലേക്ക് മാറും. എത്രയും കാലം അമേരിക്കയ്ക്ക് ഈ അറബി ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കിങ്ഡം, ഷേക്ക്ഡം, അറബി ജനതയുടെ അല്ലെങ്കിൽ ഓയിൽ ഫീൽഡിലെ മരുഭൂമിയിലെ ഓയിൽ മുഴുവനും ഊറ്റിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ കാശ് അല്ലെങ്കിൽ അതിൻ്റെ പലിശ അമേരിക്കൻ സിറ്റി ബാങ്കിലോ അതുപോലത്തെ ബാങ്കുകളിൽ നിക്ഷേപിക്കുക. ഇവർ അമേരിക്കയും അതുപോലുള്ള സഖ്യകക്ഷികളും ഇപ്പറയുന്നതായ ഷേഖന്മാരെയും രാജാക്കന്മാരെയും എല്ലാവിധ ആർഭാടങ്ങളോടുകൂടി അവരുടെ അരമനകളിൽ അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അന്തപുര സ്ത്രീകളെയും അവരുടെ ആൺകുട്ടികൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടി ഇവരുടെ ലണ്ടനിലെയും മറ്റും ഏഷ്യ തെരുവുകളിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു ലോകക്രമമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അറബി ജനത, എനിക്കൊക്കെ അവരെ പറ്റി നേരിട്ട് അറിയാം, ഞങ്ങളൊക്കെ കുറേ കാലം നമ്മുടെ ഉയർന്ന സ്ഥലത്ത് ജോലി ചെയ്താൽ അവിടുത്തെ ജനത എന്നും ഇതിനെതിരാണ്. ഈ തരത്തിൽ ഇത് പോകാൻ പറ്റില്ല, ഞങ്ങളുടെ പണമാണ് ഈ ദൂർത്തടിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ വലിയ സ്വാധീനം. ദക്ഷിണ യമനൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായി കമ്മ്യൂണിസത്തിലേക്ക് മടങ്ങിയതാണ്. സൗത്ത് അറേബ്യ പോലത്തെ രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളും അത് ശക്തിപ്പെട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു വളർച്ച അവിടെ ഉണ്ടായി വരുന്നു. അതിൽ ഏറ്റവും നേതൃത്വപരമായ ബുദ്ധിപരമായ നേതൃത്വം ഇരുന്നത് ഈജിപ്താണ്. ഈജിപ്തിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ബ്രദർഹുഡിൻ്റെ കീഴിലാണത് വന്നത്. അത് വളരെ ശക്തിപ്പെടുന്നു എന്ന് പറയുന്നതായ, അതുകൊണ്ട് ഇനി നമ്മൾ ഭയപ്പെടേണ്ടത് ഇവരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖ നേരത്തെ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് വിഭാഗം പുറത്ത് ഇറക്കിയിട്ടുണ്ട്. അത് പിന്നീട് ഒരു ജനകീയ സമരവും പ്രക്ഷോഭവുമായി മാറി ഇങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഈ രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ അധിനിവേശം അറബ് രാജ്യത്ത് സംഭവിക്കുന്നത്. സൈനികമായ അധിനിവേശം, മറ്റവർക്കുള്ള എല്ലാ അധിനിവേശവും അവിടെ നടന്നു കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടി എന്ന നിലക്കാണ്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അറബ് പെൺകുട്ടികൾക്ക് ജോർജ് ബുഷിൻ്റെയും അതുപോലെയുള്ളതായ അവിടുത്തെ സൈനിക തലവന്മാരുടെയും മുഖം ഛായയോടെയുള്ള കുട്ടികളെ അവർ പ്രസവിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഉസാമ ബിൻ ലാദൻ ഉണ്ടാകുന്നത്. ഇത് ഞാൻ വായിച്ചതാ. ഉസാമ ലാദൻ ഉണ്ടാകുന്ന ഒരു സംസ്കൃതിയുടെ കൂടി അനന്തരഫലമായിട്ടാണ്. ഇതിനി ഇങ്ങനെ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ കെനിയയിലെ എംബസി ആക്രമണം മറ്റും നടക്കുന്നത്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉസാമയെ പിടിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ വിചാരണ ചെയ്തു കൊള്ളാമെന്ന് മുല്ലാ ഉമർ പറയുന്നു. ഞങ്ങളൊരു പരമാധികാര രാജ്യമാണെന്ന്. പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവിടെ മിസൈൽ ആക്രമണം നടത്തുന്നു. അങ്ങനെ തരിപ്പണമാക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇസ്ലാമിക തീവ്രവാദം ഉണ്ടാകുന്നതും സെപ്റ്റംബർ 11 തിരിച്ചടി ഉണ്ടാകുന്നതും. ജനകീയമായ ഒരു മുന്നേറ്റത്തെ അല്ലെങ്കിൽ ഇൻസർജൻസിയെ, ജനങ്ങൾ അധികാരത്തിലേക്ക് വരുന്നതിനെ തടയാനുള്ള ശ്രമം, ആ ശ്രമത്തിന് ഇസ്ലാമിക തീവ്രവാദം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ ഒരു മുസ്ലിം രാജ്യം, ഒരു അറബ് രാജ്യം അമേരിക്ക ആക്രമിച്ചിട്ടുണ്ടോ? എത്ര അറബ് രാജ്യങ്ങളെ അമേരിക്ക വിഴുങ്ങി? സിറിയ, ഇറാഖിന് പുറകെ, ലിബിയക്ക് പുറമെ, സിറിയക്ക് പുറമെ, ഇങ്ങനെ എണ്ണിയാൽ തീരുമോ? പലസ്തീൻ പ്രശ്നം നമ്മൾ മാറ്റിവെക്കുക. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ ജനതയെ, അവരുടെ സമ്പത്തിനെ, അവരുടെ വിഭവങ്ങളെ എല്ലാത്തിനും ചൂഷണം ചെയ്തപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയൊരു തിരിച്ചടി അത് അവരാണെങ്കിൽ സെപ്റ്റംബർ 11 ഇതിൻ്റെ പേരിൽ ഇസ്ലാമിക തീവ്രത എന്ന് പറഞ്ഞുകൊണ്ട് അതേ അവസരത്തിൽ യഥാർത്ഥ തീവ്രവാദി എന്ന് എല്ലാവരും പറയുന്നതായ അബൂബക്കർ ബഗ്ദാദി എന്ന് പറഞ്ഞ ഖലീഫ, അദ്ദേഹത്തെ എന്തുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല? എന്തായാലും ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ വിവിധ സെനറ്റർമാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഡൊണാൾഡ് ട്രംപ് അല്പസമയത്തിനകം അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഡൊണാൾഡ് ട്രംപ് അല്പസമയത്തിനകം അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇനി അദ്ദേഹത്തിൻ്റെ നടപടികൾ, നയങ്ങൾ, ടീം ഡൊണാൾഡ് ട്രംപ് എന്താണ് അമേരിക്കയ്ക്ക് കരുതി വച്ചിരിക്കുന്നത്, ലോകത്തിനായി ഇതുവരെ കരുതി വച്ചതിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ആണ് ഇനിയുള്ള ദിവസങ്ങളിലൂടെ മാത്രമാണ് നമുക്കത് വ്യക്തമാകുക. എന്തായാലും നമുക്ക് ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അല്പസമയത്തിനകം പ്രസിഡന്റ് എന്ന യാഥാർത്ഥ്യമായി മാറുമ്പോൾ ഡോക്ടർ PJ വിൻസെന്റ് അദ്ദേഹത്തെ എങ്ങനെ കാണണം? ഒരു ഭാഗ്യം പ്രസിഡന്റാക്കി മാറ്റിയ ട്രംപ് എന്നാണോ കാണേണ്ടത്? കാരണം ഒരു മുൻകാല പരിചയവും രാഷ്ട്രീയത്തിൽ ഇരുന്നോ, ഒരു പൊതു ഓഫീസിൽ ഇരുന്നോ, ഒരു മിലിറ്ററി പേഴ്സണൽ ആയോ ഇല്ലാത്ത ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അത്ഭുതമാണ് 240 വർഷത്തെ ചരിത്രത്തിൽ.
ചരിത്രത്തിൽ ആകസ്മികത ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സന്ദർഭങ്ങളിലൊക്കെ എല്ലാ കണക്കുകൂട്ടലുകളും ലംഘിച്ച് അപ്രതീക്ഷിതമായ ചില ആളുകൾ കടന്നു വരാറുണ്ട്. അത്തരം ആകസ്മികത ഇവിടെ ഉണ്ടായി എന്ന് നമ്മൾ കരുതിയാൽ മതി. പിന്നെ അമേരിക്കയുടെ ഒരു സ്വത്വം അടിസ്ഥാനപരമായിട്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. കച്ചവടം വിപുലപ്പെടുത്തുക എന്നല്ലാതെ മറ്റ് താല്പര്യങ്ങൾക്കൊക്കെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അമേരിക്കയുടെ ആഭ്യന്തര നയത്തിൻ്റെ തന്നെ ഒരു മുതലാളിത്ത രാജ്യം എന്ന നിലയ്ക്ക് അതിൻ്റെ ആഭ്യന്തര നയത്തിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണല്ലോ വിദേശ നയം. ഇപ്പം നാറ്റോയെ സംബന്ധിച്ചുള്ള അവരുടെ നിലപാട് കച്ചവടം വിപുലീകരിക്കാനുള്ള അനന്ത സാധ്യത നാറ്റോയുടെ ഡിസിൻറ്റിഗ്രേഷൻ അമേരിക്ക നൽകുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആയുധ വ്യവസായം നടത്തുന്ന രാജ്യം അമേരിക്കയാണ്. നാറ്റോയുടെ കവറിലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ ഗൾഫ് രാജ്യങ്ങളും ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ സൈനിക സംരക്ഷണ കവചത്തിൻ്റെ അഭാവത്തിൽ സ്വന്തം നിലയ്ക്ക് സൈനിക സന്നാഹങ്ങൾ ഒരുക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇന്നത്തെ മിലിറ്ററി ബിൽഡപ്പ് മുഴുവനും അമേരിക്കനൈസ്ഡ് ആണ്, അമേരിക്കയുടെ സംഭാവനയാണ്. അപ്പോൾ ആ രാജ്യങ്ങൾക്ക് മിലിറ്ററി ഉപകരണങ്ങൾ അടക്കം സൈനിക സംവിധാനങ്ങളും ആയുധങ്ങളും അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാറ്റോ സൈനിക സഖ്യം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ ആയുധ വ്യവസായത്തിന് അതൊരു വലിയ ബൂസ്റ്റ് ആയിരിക്കും ലഭിക്കുക. അങ്ങനെയുള്ള കച്ചവടം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ നന്നായിട്ട് ട്രംപ് ഉപയോഗപ്പെടുത്തുന്നതിന് ഇതിൽ കാണേണ്ടതുള്ളൂ. പിന്നെ അവരുടെ സാമ്രാജ്യത്വ പോളിസിയിലും വലിയ മാറ്റമുണ്ട്. നേരത്തെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളതായിരുന്നു. ഈ ഡിവിഷൻ ഉണ്ടാക്കുന്നത്, വിഭജനം ഉണ്ടാക്കുന്നത് ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഡിവൈഡ് ആൻഡ് ഡിസിൻറ്റിഗ്രേറ്റ് എന്ന നിലയ്ക്ക് അവരുടെ പോളിസി മാറ്റി ശിഥിലീകരിക്കുക. ഇപ്പോൾ ഡിവൈഡ് ആൻഡ് ഡിസ്ട്രോയ് എന്നാണ്. ഇപ്പോൾ ഇറാഖിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവർ അധിനിവേശം നടത്തുന്നത് ചെയ്തത് ഷിയ മേഖലയും സുന്നി മേഖലയും കുർദ് മേഖലയുമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടു. ആ പ്രശ്നം പരിഹരിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അവരവിടുന്ന് പുറത്തേക്ക് പോയി. ഇനി അത് തമ്മിലടിച്ച് നശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഡിവൈഡ് ആൻഡ് ഡിസ്ട്രോയ് എന്നുള്ളത് തന്നെയാണ് അവരുടെ പോളിസി. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളെ അവർ സ്പോൺസർ ചെയ്യും. ഈ സംഘർഷങ്ങൾ ഇരുഭാഗത്തിനും ആയുധങ്ങൾ കൊടുത്ത് സ്വാഭാവികമായിട്ടും അവർ തടിച്ചു കൊടുക്കും. ഈ രൂപത്തിലുള്ള കച്ചവടത്തെ വിപുലീകരിക്കാനുള്ള ഒരു സൈനിക നയമായിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്ക സ്വീകരിക്കുക. എന്തായാലും പഴയ കച്ചവടത്തിന് വ്യത്യാസമൊന്നുമില്ല. ആളുകൾ ഉപഭോക്താക്കൾ മാറാം, അതുകൊണ്ട് പുതിയ കരാറുകൾ ഉണ്ടാകാം. ഇത് മാത്രമാണ് ഡോക്ടർ വിൻസെൻ്റ് അതിനകത്ത് കാണുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ നേരത്തെ ഡോക്ടർ വിൻസെന്റിനോട് ചോദിച്ച ആ ചോദ്യം തന്നെ അങ്ങയിലേക്കും വേറെ രൂപത്തിൽ ചോദിക്കട്ടെ. ഈ ടീം ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ ചർച്ച ആകേണ്ടതാണ്. നേരത്തെ ശ്രീ ഒ അബ്ദുള്ള ചൂണ്ടിക്കാട്ടിയത് ക്ലൈമറ്റിനെ കുറിച്ച് വ്യക്തമായ രൂപമില്ലാത്ത ആൾ ക്ലൈമറ്റിൻ്റെ ചുമതല വഹിക്കുന്നു. അതുപോലെ മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇങ്ങനെയുള്ള ടീമുമായി ഡൊണാൾഡ് ട്രംപ് എന്ന മുൻകാല പരിചയം പൊതുപ്രവർത്തനത്തിൽ ഇല്ലാത്ത ഒരു അമേരിക്കൻ പ്രസിഡന്റ്, അല്ല, ഒരുപക്ഷെ അദ്ദേഹം ഒരു പുതുമുഖങ്ങളുടെ ഒരു വലിയ പടയെ തന്നെ ലോകത്തിലാദ്യമായിട്ട് കൗതുകരമായ രീതിയിൽ പ്രതിഷ്ഠിക്കുന്നതായിരിക്കും. എനിക്ക് ഇതിനകത്തൊരു ചെറിയ വൈരുദ്ധ്യം തോന്നിയത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഹസ്ബൻഡിനെ, അതായത് യാതൊരുവിധ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ കാര്യമായ വിദേശ സഞ്ചാരം പോലും നടത്താത്ത 40 വയസ്സുകാരനായ മകളുടെ ഹസ്ബൻഡിനാണ് അദ്ദേഹം മിഡിൽ ഈസ്റ്റിൻ്റെ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ യുവാവിൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അപ്പോൾ അതിലൊക്കെ നമുക്കൊരു ഒരു ഒരു ഉത്തരവാദിത്വമില്ലായ്മ ഈ ട്രംപ് കാണിക്കുന്നുണ്ടെന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റാണ്. അമേരിക്കയുടെ തന്നെ പാതകങ്ങൾ കൊണ്ട് തന്നെ നരകയാതന അനുഭവിക്കുന്ന 4 രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റിലുള്ളത്. ഇപ്പോൾ ഇറാഖിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സദാം ഹുസൈനെ കൊല ചെയ്തത്, അതിപ്പോൾ ജോർജ് ബുഷിൻ്റെ മനുഷ്യരാശിയോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷേ നമ്മുടെ കേണൽ ഗദ്ദാഫിയെ പോലെയുള്ള മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ട് നശിച്ചുപോയ ആ ലിബിയ എന്നുള്ള രാജ്യം, ഇപ്പുറത്ത് സിറിയയിൽ അമേരിക്കയുടെ ഇടപെടലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഒരു 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 പരാജയം, ഇത്തരം കാര്യങ്ങളിലൊക്കെ നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഇതുപോലെയുള്ള യാതൊരു കേപ്പബിളും ഇല്ലാത്ത, മുൻകാല പരിചയമില്ലാത്ത ഒരു വ്യക്തിനെ കൊണ്ട് അദ്ദേഹം ഈ ചാർജ് ഏർപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ലോകം അതിനൊരു ആശങ്കയോടെ കാണാൻ പറ്റത്തുള്ളൂ. തന്നെയുമല്ല, മറ്റൊരു കാര്യം, ഇപ്പോൾ ഇന്ത്യയോടുള്ള സമീപനോട് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ട്രംപ് തൻ്റെ പ്രചരണങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞത് ഈ ഔട്ട്സോഴ്സിങ് നിർത്തണം, അമേരിക്കയിലുള്ള തൊഴിലേതരെ കൊണ്ട് തന്നെ ഈ പണിയെല്ലാം എടുപ്പിക്കണം അദ്ദേഹം ആദ്യം പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ ജനതയുടെ അഭിസംബോധന ചെയ്തോ പറഞ്ഞത് ഇന്ത്യ ഒരു രാജ്യമാണെന്നും ഇന്ത്യയിൽ നിന്നുള്ള അന്വേഷകർക്ക് ദോഷം വരത്തില്ല എന്ന് വോട്ടിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനകത്ത് ഒരു ചെറിയ വൈരുദ്ധ്യമുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ ട്രംപിനെ പിന്തുണയ്ക്കുമ്പോഴും ഇന്ത്യയോടുള്ള സമീപനത്തിൽ ട്രംപ് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ആശങ്ക നമുക്കില്ലാതില്ല. അതിൻ്റെ കാരണം കൃത്യമായ രീതിയിലുള്ള ഒരു വിദേശ നയം ഇതുവരെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നോ അല്ല അദ്ദേഹത്തിൽ നിന്നും ഇതുവരെ ലോകം ശ്രമിച്ചിട്ടില്ല. അതൊരു പരാജയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. അത് പരിചയക്കുറവുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ടീം ഡോക്ടർ ചോദിച്ചതുപോലെ തന്നെ ഏത് രീതിയിലുള്ള കഴിവുകളാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതിന് യാതൊരു നിയതമായ തെളിവുകളുമില്ലാത്ത കുറേ
വേറെ ടീമുകളാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അവരെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. ഒരു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുതുമുഖങ്ങളുടെ ഒരു വലിയ നിരയെ നിർത്തിക്കൊണ്ട് ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ താളുകളിൽ നല്ലൊരു ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കാം എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ശ്രീ ഒ അബ്ദുള്ള, നമ്മൾ ഈ ഇൻകമിംഗ് പ്രസിഡന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇവിടെ നമ്മൾ മറക്കേണ്ടതാണോ, താരതമ്യം ചെയ്യേണ്ടതാണോ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു പാഠമായി ഡൊണാൾഡ് ട്രംപിന് മുമ്പിൽ വെക്കേണ്ടതാണോ ഒബാമ എന്ന ഒഴിയുന്ന പ്രസിഡന്റിന്റെ പ്രവൃത്തികൾ? തീർച്ചയായും ഒബാമയിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി അപൂർവങ്ങളിൽ അപൂർവമായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വംശം, അദ്ദേഹം ഒരു കറുത്തവർഗ്ഗക്കാരനാണ്. കുറേ നല്ല മാതൃകകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പല വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചില നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പക്ഷെ അത് പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതായ ശ്രീ വിൻസെന്റ് പറഞ്ഞ കാര്യങ്ങളോട് ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഡിവൈഡ് ആൻഡ് ഡിസ്ട്രോയ്, അത് വളരെ ശരിയാണ്. അതാണ് ഇനി ഞാൻ വിചാരിക്കുന്നത് ട്രംപിന് വേണ്ടി കാലം കാത്തുവെച്ചിരിക്കുന്നത്. അതായത് വിൻസെന്റ് പറഞ്ഞു വെച്ചതിന് അങ്ങോട്ട് സുന്നി ഷിയ എന്ന് പറയുന്ന 90% മുസ്ലിങ്ങൾ ലോകത്ത് സുന്നികളാണ്, 10% ഷിയാക്കളുള്ളത്.